ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ആലപ്പി ബീച്ചിൽ പോയതാണ് കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ന്യൂ ഇയറിന് വെളിയിൽ ഇറങ്ങുന്നത്. വീട്ടിൽ തന്നെ ഇരിക്കും, ഇങ്ങനെ വിഷസൊക്കെ അയക്കും, അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ എൻ്റെയൊക്കെ വിചാരം ന്യൂ ഇയറിനൊക്കെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, ബഹളമാണ്, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ന്യൂ ഇയർ ആഘോഷിക്കുന്ന കാണാനൊക്കെ ഒരിതിന് പോയത്. പക്ഷെ അപ്പോഴാ മനസ്സിലായത് എന്ത് ഭംഗിയാണെന്നറിയോ. നമ്മളിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. വീട്ടിലിരുന്നാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു കാര്യമൊന്നും കാണാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞു പിള്ളേരും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഭയങ്കര റഷൊക്കെ ആയതുകൊണ്ട് കുട്ടികളെ കാണാതെ പോവോ, കൈവിട്ട് പോവോ എന്നൊക്കെയുള്ള ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെ പോകാത്തത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, തീർത്തും കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ടാണ് ആൾക്കാർ പോകുന്നത്. അവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല കേട്ടോ. കുറച്ച് കെയർഫുൾ ആയിരിക്കണം. എന്നേലും ആൾക്കാരും തിരക്കൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കണം, അല്ലെന്നല്ല. പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. എത്ര ആൾക്കാരാണ്, ഫുൾ ഏറ്റവും കൂടുതൽ ലേഡീസാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും ഇപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും നാൾ കൂടിയിട്ട് എൻ്റെ ലൈഫിൽ പോകുന്നത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിതൊക്കെ കാണണം. ഈ സമയത്ത് നമ്മൾ വീട്ടിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ഉറക്കം തൂങ്ങിയിരിക്കത്തല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ പോയി ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, ആ ന്യൂ ഇയറിനെ ആ വരവേൽക്കുന്ന ആ ഒരു ഫീലൊക്കെ ഭയങ്കരമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടുന്ന വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് 12 മണിയാവുമ്പോഴത്തേക്കും പടക്കം പൊട്ടിക്കും കേട്ടോ. ഇങ്ങനെ നമ്മളിത് അടുത്ത് കാണുമ്പോൾ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് കാണാൻ. പക്ഷെ ആ ഒരു 12 മണിയായപ്പം ന്യൂ ഇയറിനെ വരവേൽക്കുന്ന ആ ഒരു ഫീലൊക്കെ ഭയങ്കരമാണ്. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ഉറക്കെ പറയുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒത്തിരി ഒത്തിരി നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. നല്ല റഷായിരുന്നു. ആ സമയത്ത് നമുക്ക് വണ്ടി എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങ് പോന്നായിരുന്നു. പക്ഷെ അന്നേലും ആ ഒരു സമയത്ത് ആ പടക്കം പൊട്ടീരും പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഈ ബലൂൺസ് ഒക്കെ കയ്യിൽ കാണുമല്ലോ. ആ ബലൂൺസ് എല്ലാം കൂടി പറത്തി അങ്ങ് വിടും കേട്ടോ. നല്ല രസമാണ് അപ്പോൾ കാണാൻ. മറ്റേ ഈ മെഴുകുതിരി കത്തിച്ചിട്ട് ഇങ്ങനെ പറത്തി വിടുന്നതും ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഓർക്കും ഇത്രയ്ക്ക് എന്നാ ഇരിക്കുന്നതെന്ന്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ വലിയ കാര്യമാണ്. ആ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവർക്കും ഇതൊക്കെ കാണണമല്ലോ. ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് അറിയണ്ടേ. അങ്ങനെ ഞങ്ങൾ പോയതാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിലെ കൂടിയൊക്കെ നടന്നു. കുറേ കാര്യങ്ങളൊക്കെ, ഒത്തിരി സാധനങ്ങളും കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ കണ്ട് അത്യാവശ്യം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടന്നു കടപ്പുറത്തൂടി. പിന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ പിള്ളേർ കളിച്ചു. അങ്ങനെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. ഇങ്ങനൊരു ന്യൂ ഇയർ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇത്രയ്ക്കൊക്കെ ഉണ്ടെന്നും ആൾക്കാരൊക്കെ പോകുമെന്നും അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയൊരു പരിപാടിയാണെന്ന്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് വയ്യാത്തവർ പോലും നമ്മുടെ ഇതൊക്കെ കാണാൻ പോകുന്നുണ്ടെന്ന് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. എന്ത് ആൾക്കാരാണെന്നറിയോ. ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു. പിന്നെ ആ ഒരു 12 മണിക്ക് ആ പടക്കം പൊട്ടിയലൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ്. ആ ഒരു ടൈമിൽ തന്നെ ബലൂൺസ് ഒക്കെ പിടിച്ചോണ്ട് ഒത്തിരി പിള്ളേരും ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ബലൂൺസ് ഒക്കെ പിടിച്ചോണ്ട് നിൽക്കും. കറക്റ്റ് 12 മണി സമയത്ത് പടക്കം പൊട്ടിക്കുമ്പോൾ ആ ബലൂൺസ് എല്ലാം വിടുക. അപ്പോൾ അത് ഇങ്ങനെ ആകാശത്തു കൂടി പറന്നു പോകുന്നതാണ്. നല്ല ഭംഗിയാ. അത് നമുക്ക് അവിടെ ചെന്നാലേ മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ ആ ഒരു കറക്റ്റ് വ്യൂസ് ഒക്കെ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ആ ഒരു പടക്കം പൊട്ടിയരും ആ ആ ഒരു പുതുവത്സരത്തെ അവർ വരവേൽക്കുന്നതിൻ്റെ ആ ഒരു ഫീലൊക്കെ ഭയങ്കരമാണ്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും കയ്യിൽ ബലൂൺസ് ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ആ കറക്റ്റ് 12 മണി ടൈമിൽ എല്ലാവരും ആ കയ്യിലുള്ള ബലൂൺസ് ഒക്കെ പറത്തി അങ്ങ് വിടും കേട്ടോ. അയ്യോ, അതൊരു ഭയങ്കര വ്യൂ ആട്ടോ. അത് നമുക്ക് ക്യാമറയിലൊന്നും അത്രയ്ക്ക് തോന്നത്തില്ല. അവിടെ പോയി തന്നെ കാണണം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഒത്തിരി ബലൂൺസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകാശം നിറയെ ബലൂൺസ് കേട്ടോ. നല്ല രസമായിരുന്നു. അതിങ്ങനെ പൊങ്ങി പോകുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു. അതിൻ്റെ കൂടെ ഈ പടക്കം പൊട്ടിയിലും ആ ഒരു വ്യൂസ് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്കൊരു ഭയങ്കര ഫീലാണ് കേട്ടോ പുതുവത്സരത്തിൻ്റെ. ഞങ്ങൾക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരു മടുപ്പൊന്നും തോന്നിയില്ല. അവിടെ ചെന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. അത്രയ്ക്കും ആഹ് ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു ബലൂൺസിന്റെ വ്യൂ എന്ന് പറഞ്ഞാൽ എനിക്കത് പറഞ്ഞാൽ തീരത്തില്ല. അത്രയും എനിക്കിഷ്ടമായി. ഇങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ ഈ തിരി കത്തിച്ചിട്ട് ഇങ്ങനെ പറത്തി വിടുന്ന സാധനമൊക്കെ ഇല്ലേ. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പടക്കം പൊട്ടിയലും അതൊരു ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനാണെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. എവിടുന്നൊക്കെയാ വരുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ. അത്രയും ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരൊക്കെ ഈ
ന്യൂ ഇയർ പരിപാടിക്കൊക്കെ പോകുമെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത്. പിന്നെ ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ആദ്യത്തെ അനുഭവമാണേലും നല്ലൊരു ഇതായിരുന്നു. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നോ ഒന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ 12 മണി വരെ ഇരിക്കുമെന്ന് തന്നെ അറിയില്ല. അതിനിപ്പുറം ഉറങ്ങിപ്പോവാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വെളിയിൽ ഇറങ്ങിയാൽ നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല. അവിടെ ചെന്നതും ഈ 12 മണി ആയതും ഒന്നും ആ പടക്കം പൊട്ടിച്ചപ്പോഴാണ് സത്യത്തിൽ 12 മണി ആയെന്ന് തന്നെ അറിയുന്നത്. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും വാങ്ങിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അതിനിടയ്ക്ക് കുറേ ഇങ്ങനത്തെ ഈ കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളും അങ്ങനത്തെ ഒത്തിരി സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് പറ്റിയതൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ കണ്ടു. കുറച്ചൊക്കെ വാങ്ങിച്ചു. ഇങ്ങനെ എൻജോയ് ചെയ്ത് അതിനകത്ത് കൂടെ നടന്നു. പിന്നെ അവിടെ ഓരോരോ ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മറ്റേ ഈ മറൈൻ എക്സ്പോയുടെ പരിപാടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ നോക്കി നടന്നു. അത് കഴിഞ്ഞ് കുറേ പേര് ബീച്ചിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അത് തന്നെ ഒരു രസമല്ലേ. എല്ലാം വട്ടത്തിൽ ഇങ്ങനെ ആൾക്കാർ ഫാമിലി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു. അതിനിടയ്ക്ക് കടലയൊക്കെ വറുത്തത് അങ്ങനെയൊക്കെ. നമ്മൾ ഈ മറൈൻ എക്സ്പോയുടെ അവിടെ ഒന്ന് പോയി നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് നമുക്കതിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നടന്നു. കുറച്ച് ഈ റൈഡ്സും കാര്യങ്ങളും ഒക്കെ കണ്ടു. അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി കേട്ടോ. ബീച്ചിൽ നല്ല അടിപൊളി, കുറച്ച് സമയം നല്ല അടിപൊളിയായിരുന്നു. അവിടെ ഇങ്ങനെ നമ്മൾ നിന്നു. കുറച്ച് നേരം കടലിലോട്ടൊക്കെ ഇറങ്ങി പിള്ളേരൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞാനിത് കുറേ നേരം നോക്കി നിന്നു ഈ ഒരു റൈഡ്. കാര്യം അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ പോകുന്നത് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. അതിലൊന്നും കയറാനുള്ള ധൈര്യം എനിക്കില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അത് കേട്ടപ്പോൾ ആൾക്കാർ എന്ത് കൂവിച്ചയും കരച്ചിയായിരുന്നു. അയ്യോ, അത്രയും എനിക്ക് തന്നെ പേടിയായി പോയി അത് കണ്ടപ്പോൾ. പക്ഷെ കാണാനൊരു ഭംഗിയുണ്ട്. നമുക്ക് ഈ ലൈറ്റൊക്കെ കേട്ട് അതിങ്ങനെ കറങ്ങുന്ന കാണുമ്പോൾ. അതിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കൂവിച്ചയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തല കറങ്ങുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരം ബീച്ചിൽ എൻജോയ് ചെയ്തു. ഇതുപോലെ തിരമാലയും അത്യാവശ്യം നല്ല ഹെവി തിരമാലയായിരുന്നു. അതുകൊണ്ട് പിള്ളേർ അധികം ഒന്നും ഇറങ്ങിയില്ല. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചൊക്കെ അവിടെ നിന്ന് എൻജോയ് ചെയ്തു. നല്ലൊരു ഇത് തന്നെയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ന്യൂ ഇയർ ആയിക്കൊണ്ട് നമുക്കിങ്ങനെ പോയതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.